ഓക്കെ ഗൈസ്, ഇത് കണ്ടില്ലേ? എൻ്റെ കയ്യിലെ ഇഷ്ടം പോലെ ജിമ്മിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഇത്ര അധികം എന്തിനാ മേടിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാനിവിടെ എല്ലാ എക്യുപ്മെൻറ്റ്സും യൂസ് ചെയ്യാറില്ല. ആകെ ത്രെഡ്മിലും പിന്നെ ഡംബലും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ബാക്കിയൊക്കെ വല്ലപ്പോഴും യൂസ് ചെയ്യും. ഞാനിപ്പോൾ ആലോചിക്കണതേ, ആവശ്യമില്ലാത്ത എക്യുപ്മെൻറ്റ്സ് ഒക്കെ വിറ്റാലോ എന്ന്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ച് ക്യാഷ് കിട്ടും. ഇത് പിന്നെ കണ്ടില്ലേ, ഞാൻ പുതിയ വണ്ടിക്ക് മേടിച്ചു. ഇത് പിന്നെ ഒരു ATVയാ, അല്ലെങ്കിൽ പിന്നെ 4 ചക്രമുള്ള ബൈക്ക് എന്ന് പറയാം. എന്തൊട്ടായാലും ഇത് നൈസ് ബൈക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഈ ബൈക്ക് ഓടിക്കാനേ നല്ല രസാ. ഇത് പിന്നെ ഓഫ് റോഡും കൂടിയും പോവും. ഇത് കണ്ടില്ലേ, സ്റ്റെപ്പൊക്കെ സുഖമായിട്ട് കയറും. എൻ്റെ കയ്യിൽ പിന്നെ ഈ ഒരു വണ്ടി മാത്രമല്ല, വേറെ കുറേ വണ്ടികളുണ്ട്. ഇതിലെല്ലാ വണ്ടികളും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതല്ല, ചിലതൊക്കെ അടിച്ചു മാറ്റിയതാ. എൻ്റെ കയ്യിൽ പിന്നെ ഫെറാറി ഉണ്ട്, ജി വാഗൺ ഉണ്ട്, താർ റോക്സ് ഉണ്ട്, പിന്നെ ഇത് ഈ കാണുന്ന ഡിഫൻഡർ ഇല്ലേ, അതും ഉണ്ട്. ആ ഡിഫൻഡറും പിന്നെ ATVയും മാത്രമേ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയുള്ളൂ. ഈ കാണുന്ന 3 കാറും ഞാൻ അടിച്ചു മാറ്റിയതാ, അതും ഈ അടുത്തുള്ള ഷോറൂമിൽ. ഞാൻ പിന്നെ ഓരോ ദിവസം ഓരോ വണ്ടിയിലാ കറങ്ങാൻ പോവാറ്. ഇന്നലെ ഞാനേ ഡിഫൻഡറിലാണ് കറങ്ങാൻ പോയേ. ഇന്നപ്പോൾ നമുക്ക് ഈ ബൈക്കിൽ കറങ്ങാൻ പോവാം. ഇത് പിന്നെ ഓടിക്കാനായിട്ടേ ഭയങ്കര രസാ. എനിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടാ. അല്ല, ഇതെന്തത്? എൻ്റെ വീടിൻ്റെ മുമ്പിൽ ആരാ ഈ ഗ്യാസും കുറ്റി കൊണ്ടുപോയി വെച്ചേ? ഇത് കണ്ടില്ലേ, ഇഷ്ടം പോലെ ഗ്യാസും കുറ്റിയുണ്ട്. ഇതാരണോ എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചേ? എന്നിട്ടായാലും നമുക്കേ ഒരു കാര്യം ചെയ്യാം, അതൊക്കെ നമുക്ക് കത്തിച്ചളയാം. എൻ്റെ കയ്യിൽ പിന്നെ വെപ്പൺസ് ഉണ്ട്, അതെടുത്തിട്ട് നമ്മളേക്ക് വെടിയേച്ചാൽ മതി, എല്ലാം പൊട്ടിത്തെറിക്കും. ഇതാ മറ്റേ തലച്ചക്രം കറങ്ങണ പോലെ കറങ്ങണേ. അയ്യോ, ഇത് എൻ്റെ അടുത്തേക്ക് വരാണല്ലോ. എൻ്റെ വണ്ടികളുടെ അടുത്തേക്ക് പോകാണ്ടിരുന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അതൊക്കെ പൊട്ടിത്തെറിക്കേ. ഓക്കെ, ഇവിടെ ഇങ്ങനെ എല്ലാ ഗ്യാസും കുറ്റിയും പൊട്ടിത്തെറിച്ചേക്കാണ് കേട്ടാ. ഇനിയിപ്പോൾ നമുക്കേ വണ്ടി എടുത്ത് കറങ്ങാൻ പോവാം. ഒരു മിനിറ്റ്, ഇതാരെ വിളിക്കണേ? ആ, ഇത് നമ്മുടെ സോമനല്ലേ? എടാ സോമ, എന്താ വിളിച്ചേ? എന്താ കാര്യം? എടാ ഫ്രാങ്ക്ലിന്, നീ ഒരു കാര്യം അറിഞ്ഞാ? നമ്മുടെ സിറ്റിയുടെ അടുത്ത് ഒരു വില്ലേജ് ഇല്ലേ, ആ വില്ലേജിൽ ഒരാള് ഒരു പുതിയ ബൈക്ക് മേടിച്ചേക്കാ. അത് നീ വിചാരിക്കണ പോലെ സാധാരണ ബൈക്കൊന്നല്ല, അത് സൂപ്പർ ബൈക്ക് പോലല്ല, അതൊരു വെറൈറ്റി ബൈക്കാ. ഫ്യൂച്ചറിസ്റ്റിക് ബൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഫ്യൂച്ചറിസ്റ്റിക് ബൈക്കാ? അതും നമ്മുടെ സിറ്റിയിലാ? അതേതാ ബൈക്ക്? ഏതാ ബ്രാൻഡ്? അതേതാ ബ്രാൻഡ് എന്ന് എനിക്കറിയില്ല, കണ്ടിട്ട് ഒന്നും മനസ്സിലാവണില്ല. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ബൈക്കാണ്. വണ്ടിയിൽ ടയറുണ്ട്, പക്ഷെ റിമ്മില്ല. എന്തോ ഒരു ബൈക്കാണ്. നീ ഒരു കാര്യം ചെയ്യ്, ആ വില്ലേജിൽ പോയിട്ട് നോക്കി നോക്ക്, പറ്റിങ്ങി ആ ബൈക്ക് അങ്ങ് അടിച്ചു മാറ്റ്. അടിച്ചു മാറ്റാനാ? എന്നാ ശരി, ഞാൻ പോയിട്ട് അടിച്ചു മാറ്റാം. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മുടെ സോമൻ വിളിച്ചേക്കാണ് കേട്ടാ. വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു. സംഭവം വേറൊന്നുമില്ല, നമ്മുടെ സിറ്റിയുടെ അടുത്ത് ഒരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിൻ്റെ അടുത്ത് ഒരാൾ ഒരു പുതിയ ബൈക്ക് മേടിച്ചു. ആ ബൈക്ക് ഏതോ ബ്രാൻഡെന്ന് എനിക്കറിയില്ല കേട്ടാ, അത് സോമനും അറിയില്ല. അത് പക്ഷേ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ബൈക്കാന്ന്. എന്തൊട്ടായാലും നമുക്ക് ചെന്ന് നോക്കി നോക്കാം, അത് ഏത് ബ്രാൻഡിൻ്റെ ബൈക്കാണാവോ. എൻ്റെ അമ്മച്ചി, നൈസായിട്ട് തലയിടിച്ച് വീണു. സീനില്ല, വില കുഴപ്പമില്ല. എടാ, എവിടെ നോക്കിട്ടാ വണ്ടി ഓടിക്കണേ? നീ എന്താ അന്ധനാണോ? അന്ധനാ? അന്ധൻ നിന്റെ ഭാര്യയുടെ കിട്ടിയവൻ. എന്നാ പിടിച്ചോ. RPG വെച്ച് കൊന്നുകളഞ്ഞു. ആ മറ്റേ ലംബോർഗിനി എവിടെ നിന്നാണോ കയറി വന്ന്, രണ്ടും പൊട്ടിത്തെറിച്ചു. എന്തെങ്കിലും ആവട്ടെ, നമുക്കിനി നേരെ ആ വില്ലേജിൽ പോവാം. എന്നിട്ട് ആ കാർ ഏതാന്ന് നമുക്ക് നോക്കി നോക്കാം. ഓ സോറി, കാറല്ല, ബൈക്ക്. ആ ബൈക്ക് ഏതാന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, നമ്മളങ്ങനെ വില്ലേജിൽ വന്നേക്കാണ് കേട്ടാ. എന്നാലും ഇവിടെ ആരാണാവോ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ബൈക്കൊക്കെ മേടിക്കണേ? ഇത് പിന്നെ കണ്ടില്ലേ, ഇവിടെ ഇഷ്ടം പോലെ വീടുകൾ ഉണ്ട്. ഒറ്റ വീടിൻ്റെ മുമ്പിൽ ഒരു കാറും ബൈക്കും കാണാനില്ല. ആരാണാവോ ആ ബൈക്ക് മേടിച്ചിട്ടുണ്ടാവുക? ഒരു മിനിറ്റ്, ഇവിടെ ഒരു ബൈക്ക് ഉണ്ടല്ലോ. സോമൻ പറഞ്ഞത് ശരിയാണ് കേട്ടാ, ഇവിടെ ശരിക്കും ഒരു ബൈക്ക് ഉണ്ട്, ഒരു നീല കളർ ബൈക്കാ. എന്നാലും ഇത് ഏതാ ബൈക്ക്? ഏതാ ബ്രാൻഡ്? കണ്ടിട്ട് ഒന്നും മനസ്സിലാവണില്ല. എന്തൊട്ടായാലും നമുക്ക് ഈ ബൈക്ക് അടിച്ചു മാറ്റാം. ഈ ബൈക്കിൽ പക്ഷേ ക്ലച്ചും ഗിയറും ഇല്ല, ഇത് ഓട്ടോമാറ്റിക്കാ. ഞാൻ ആദ്യമായിട്ടാ
ഓട്ടോമാറ്റിക് ബൈക്ക് കാണുന്നത്. ഇത് പിന്നെ ഇലക്ട്രിക്കും കൂടിയാ, പെട്രോൾ അല്ല. ആ ഇലക്ട്രിക് ആയതുകൊണ്ടാവും ഇത് ഓട്ടോമാറ്റിക് ആയി ഉണ്ടാവുക. എന്നാലും സംഭവം കുഴപ്പമില്ല ഏട്ടാ. ഇത് കണ്ടില്ലേ, ടയറുണ്ട് പക്ഷേ റിമ്മില്ല. ഈ ടയറുമ്മ ചിലപ്പോൾ ലൈറ്റ് കത്തിയായിരിക്കും, നീല ലൈറ്റ് കത്തും, അങ്ങനെയും തോന്നുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, നമുക്കേ ഈ ബൈക്കും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാം. അവിടെ പിന്നെ ഒരു ലംബോർഗിനി ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ ലംബോർഗിനിയുടെ ആവശ്യമില്ല, ഈ ബൈക്ക് കിട്ടിയില്ലേ. ഇത് പിന്നെ നൈസ് ബൈക്കാ. അല്ല ഇതെന്തത്, ഇവിടെ പോലീസ് ഒന്നുമില്ലോ. ഇവരെൻ്റെ അടുത്തേക്ക് വരണേ. അയ് ശരി, ഇതപ്പോ പോലീസുകാർ അറിഞ്ഞ? അതൊക്കെ എപ്പോ? എൻ്റെ അമ്മച്ചി, അവന്മാർ നമ്മളെ ഇടിച്ചിട്ടൂലോ. നമ്മുടെ വണ്ടിമേ സ്ക്രാച്ച് ഒന്നും ഉണ്ടാവും. ഇവന്മാരെ വെറുതോട്ടാ ശരിയാവില്ല. എന്നാ പിടിച്ചോ, ചാവട അങ്ങോട്ട്. അതെ, നമുക്ക് വണ്ടി എടുത്ത് വേഗം സ്ഥലം വിടാം. ഇവിടെ നിന്നല്ലേ ശരിയാവില്ല. ഇവിടത്തെ പോലീസുകാർക്കേ ബോധമില്ലേ, അവർ വണ്ടിമേ കൊണ്ട് ഇടിക്കും. ഈ വണ്ടിമേ എന്തെങ്കിലും പറ്റിയാലേ പണിപ്പാളും. നമ്മുടെ സിറ്റിയിലാണെങ്കിൽ ഈ ബൈക്ക് റിപ്പയർ ചെയ്യാൻ പോലും പറ്റില്ല, ഇതിൻ്റെ സർവീസ് സെൻ്റർ ഒന്നും ഇല്ല. നമുക്കപ്പോൾ എങ്ങനെയെങ്കിലും പോലീസിൻ്റെ നിന്ന് രക്ഷപ്പെടണം. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോവാം. ഏതാന്ന് മനസ്സിലായ? ആ ജുറാസിക് പാർക്ക്. ഇവിടത്തെ പോലീസുകാർ പിന്നെ പേടിത്തൊണ്ടന്മാരാ, അവർ ജുറാസിക് പാർക്കിൻ്റെ അകത്തേക്ക് കയറി വരില്ല. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറി പോവാം. ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ ആരും അകത്തേക്ക് കയറി വരില്ല. എന്താ സാറേ, പേടിച്ചു പോയാ? എന്തുട്ടവിടെ നിൽക്കണേ? വാടാ, വന്ന് പിടിക്കടാ. ആണാണെങ്കിൽ വാടാ. ആ പോലീസുകാരൻ അവിടെ നിൽക്കണം കേട്ടാ, അകത്തേക്ക് കയറി വരുന്നില്ല. എടാ താനൊക്കെ ഒരു പോലീസാണോ? ഇറങ്ങി വാടാ. ഓ, എന്നെ വെടി വയ്ക്കാൻ നോക്കണു. ഏയ്, ആളിത് വീണൂലോ. എന്താ പറ്റിയേ? ബോധം പോയാ? അയാൾക്ക് എന്താണോ പറ്റിയേ? എന്തുട്ടാലും നമുക്കേ കുറച്ചു നേരം ഇവിടെ നിൽക്കാം, അപ്പോഴേക്കും പോലീസൊക്കെ പൊക്കോളും. അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് എത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ കുറച്ചു നേരം ഇവിടെ നിൽക്കാം. ഓക്കെ, ഇവിടെ അങ്ങനെ പോലീസൊക്കെ പോയിക്കാൻ കേട്ടാ. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഈ വണ്ടി ഓടിക്കാം. ഇത് പിന്നെ നൈസ് ബൈക്കാ. ഈ ബൈക്കിന് ഭയങ്കര സ്പീഡാ, നിങ്ങൾ വിചാരിക്കണ പോലെയല്ല. നമുക്കപ്പോൾ ഈ ബൈക്ക് എടുത്തോണ്ടേ വീട്ടിലേക്ക് പോവാം. അയ്യാ, ഇതെന്തത്? എനിക്കിവിടെ എന്താ സംഭവിക്കണേ? ഇതിപ്പോൾ മൂന്നാമത്തെ വട്ടാ ഞാൻ വണ്ടിയിൽ നിന്ന് വീഴണേ. എൻ്റെ ബൈക്ക് പക്ഷേ അങ്ങോട്ടേക്ക് തെറിച്ച് പോയി. അതിന് എന്തെങ്കിലും പറ്റിയാണാവോ? എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പണിപ്പാളി, അതിവിടെ റിപ്പയർ ചെയ്യാൻ പറ്റില്ല. ആ ഭാഗ്യം, ഇതിനൊന്നും പറ്റിയില്ല. ഈ ബൈക്കിന് പിന്നെ ചാർജ് ഇല്ലാന്ന് തോന്നുന്നുണ്ടാ. ഇതിൻ്റെ ചാർജർ എൻ്റെ കയ്യിലില്ല. അതിപ്പോൾ സീനില്ല, എവിടെന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളങ്ങനെ ഫൈനലി വീട്ടിലേക്ക് വന്നു. ഇപ്പം നമ്മുടെ കയ്യിൽ പുതിയൊരു വണ്ടി വന്നു. എൻ്റെ ATV പക്ഷേ അവിടെ ഇരിക്കണേ. നമുക്കിനി അത് പോയിട്ട് എടുക്കണം.